ഇന്ന് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവിന്റെ മനസ്സ് അറിയുക എന്നുള്ളതാണ്. ടു നോ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? കർത്താവിന്റെ മനസ്സറിയാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ള കർത്താവാണ്? കർത്താവിന്റെ മനസ്സിന്റെ നമ്മളോടുള്ള വാത്സല്യം അതെങ്ങനെയാണ്? ഒരു വാക്യം നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 16-ാമത് തിരുവചനം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അത് ഇംഗ്ലീഷിൽ ലെറ്റ് ദ മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ആൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന് ചില തിരുത്തലുകൾ അതിൽ നൽകുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിന്റെ ഭാവം എന്തായെന്ന് നിങ്ങൾ അറിയണം. റോമാലേഖനം 12:3 വായിക്കുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. 3-ാം വാക്യത്തിൽ അടുത്ത ഭാഗം, സുബോധമാകും വണ്ണം ഭാവിക്കണം. റോമാലേഖനം 12:16 വലിപ്പം ഭാവിക്കരുത്. 3-4 പദങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സിമ്പതി എന്നാണ്, സഹതാപം കാണിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ഒരാളിങ്ങനെ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നു, നമുക്ക് ആ മനുഷ്യനോട് തോന്നുന്നത് സഹതാപമാണ്, സിമ്പതിയാണ്. മറ്റൊരു പദമാണ് എമ്പതി എന്ന് പറയുന്നത്. അതുമായിട്ട് താതാത്മ്യപ്പെടുന്ന, സഹാനുഭൂതി കാണിക്കുന്ന ഒരു അനുഭവമാണ്. മറ്റൊന്നാണ് കമ്പാഷൻ എന്നുള്ള പദം, ദയോടുകൂടിയ മനസ്സലിവ്. 1 പത്രോസിന്റെ ലേഖനം 3-8 വാക്യം, തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവർ ആയിരിക്കണം. യേശുക്രിസ്തുവിനെ ബൈബിളിലെ പുതിയ നിയമത്തിൽ അവിടുന്ന് മനസ്സലിവുള്ള കർത്താവാണ് എന്ന് വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഒരു കുഷ്ഠരോഗിയോട് കർത്താവിന് മനസ്സലിവ് തോന്നുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. അടുത്ത വാക്യം, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. പഴയ നിയമ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം എന്നുള്ളത് ഒരു പകർച്ചവ്യാധിയാണ്, സാംക്രമിക രോഗമാണെന്നും അവൻ അശുദ്ധനായി ജീവിക്കണമെന്നുമൊക്കെയായിരുന്നു ചിന്തകൾ ഉണ്ടായിരുന്നത്. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യം. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ ഇതാണ്. വസ്ത്രം കീറിയവനായി ഞാൻ അശുദ്ധനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ആരും അവനോട് ഒരനുകമ്പയും കാണിക്കത്തില്ല. അവനെ ഒന്ന് തൊടാൻ, അവന്റെ തോളിലൊന്ന് കൈയിടാൻ, അവൻ കഴിച്ചതിന്റെ ബാക്കി ആഹാരം ഒന്ന് കഴിക്കാൻ, അവന്റെ കൂടെ പോയിരുന്ന് ഒന്ന് സംസാരിക്കാൻ ആരും തയ്യാറാകാതിരുന്ന കാലഘട്ടത്തിൽ യേശു ഒരു കുഷ്ഠരോഗിയെ തൊട്ടു. അവന്റെ കുഷ്ഠം യേശുവിന് പകരുകയല്ല ഉണ്ടായത്, യേശുവിന്റെ കരസ്പർശനം അവന്റെ മേൽ വന്നപ്പോൾ അവന്റെ കുഷ്ഠം വിട്ടുമാറി. ഊമനും ചെകിടനുമായ ഒരു മനുഷ്യയോട് കർത്താവിന് മനസ്സലിവ് തോന്നുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17-18 വാക്യം. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ചു പല്ല് കടിച്ചു വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ആ കൊച്ചിനെ കൊണ്ട് കൊച്ചിന്റെ അപ്പൻ യേശുവിന്റെ അടുക്കൽ വന്നു. ആദ്യം ശിഷ്യന്മാരുടെ അടുക്കലാണ് വന്നത്. ശിഷ്യന്മാർ എത്ര ശ്രമിച്ചിട്ടും ആ സഹോദരന്, ആ കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല. യേശു എന്ത് ചെയ്തു എന്ന് നോക്കിയാട്ടെ. 22-ാമത്തെ വാക്യം, അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ്
ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു എന്താ ചെയ്തത്? അടുത്ത വാക്യം, 25-ാമത്തെ വാക്യം. എന്നാൽ ഈ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന്. അതിന് മുകളിൽ വായിക്കുന്നുണ്ട്, യേശു മനസ്സലിഞ്ഞു. നമ്മൾ ഇവിടെ എല്ലാം കാണുന്നത് കർത്താവിന്റെ മനസ്സലിവാണ്. കുരുടന്മാരോട് കർത്താവിന് മനസ്സലിവ് തോന്നുകയാണ്. മത്തായി സുവിശേഷം 20-ാമത്തെ വാക്യം. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. 31-ാമത്തെ വാക്യം. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. അവൻ പിന്നെയും നിലവിളിക്കുകയാണ്, ഉറക്കെ നിലവിളിക്കുകയാണ്. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. അതിന്റെ 34-ാമത്തെ വാക്യം. യേശു മനസ്സലിഞ്ഞു അവരുടെ കണ്ണു തുറന്നു. ഇനി നൈനിലെ വിധവയുടെ കരച്ചില് കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം 12-13 വാക്യങ്ങൾ. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് അവന്റെ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. അടുത്ത ഭാഗം. അവളോ വിധവയായിരുന്നു, ആകെ കൂടെയുള്ള അത്താണിയായിരുന്നു ആ കുഞ്ഞ്. അവള് വിധവയാണ്, ഭർത്താവില്ല, അവൾക്ക് വേറെ മക്കളില്ല, ഏകജാതൻ, അവളൊരു വിധവ. യേശു എന്ത് ചെയ്തു? അടുത്ത വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. യേശു മനസ്സലിഞ്ഞ് യേശു മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. യേശു ആ ശവപ്പെട്ടി കിടക്കുന്ന കൊച്ചിനെ നോക്കിയിട്ട് പറയാം, ബാല്യക്കാരാ എഴുന്നേൽക്ക. ആ ബാല്യക്കാരൻ ശവപ്പെട്ടി ജീവനുള്ളവനെ എഴുന്നേറ്റു. അവന്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും കൈവിടുമ്പോഴും കൈവിടാത്ത ഒരു കർത്താവ്, യേശു ക്രിസ്തുവിന്റെ മനസ്സലിവ് നമ്മളവിടെ കാണുകയാണ്. മത്തായി സുവിശേഷം 9-ാമത്തെ വാക്യത്തിൽ പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവ് മനസ്സലിയുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ജനത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടപ്പോൾ, അവർ കുഴഞ്ഞവരും ചിന്യവരുമായി കണ്ടപ്പോൾ, അവരെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു എന്നാണ് വായിക്കുന്നത്. യേശു 2 പ്രാവശ്യം ആഹാരം കൊടുത്ത് ജനത്തെ പോഷിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000-ത്തിലധികം ആളുകൾക്ക് പോഷിപ്പിക്കുന്നുണ്ട്. അവിടെ കർത്താവ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഓർക്കണം. മത്തായി സുവിശേഷം 14-ാമത്തെ വാക്യം. അവൻ വന്നു, വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അതിന്റെ തൊട്ട് താഴെയാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിക്കുന്നത്. ഇനി മത്തായി സുവിശേഷം തന്നെ 15-32 നോക്കിയാട്ടെ. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. 4 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിക്കുകയാണ്. ഞാൻ അവിടെ ഒരു കാര്യം പറയാം. ഒരപ്പം 1000 പേർക്ക് എന്നൊരു അനുവാദം പറയാൻ പറ്റത്തില്ല. കാരണം 5 അപ്പം 5000 പേർ. 5000 പേരല്ല, സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ പുരുഷന്മാർ തന്നെ 5000. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പീനെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പ്രാർത്ഥിച്ചതാ, കർത്താവ് അനുഗ്രഹിച്ചതാ. ശേഷിച്ച കഷ്ണം വേസ്റ്റാ, നഷ്ടമാക്കി കളയരുത്. പക്ഷെ കർത്താവിന്റെ അനുഗ്രഹമുള്ളത് നഷ്ടമാകരുത്. ഇവിടെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും 4 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിച്ചപ്പോഴും രണ്ടിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം, അവൻ അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. മുടിയൻ പുത്രൻ മടങ്ങി വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-20 വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇങ്ങോട്ട് വരട്ടെ, മാപ്പി ചോദിക്കട്ടെ, എന്നിട്ടാട്ട അടുത്ത പരിപാടി എന്ന് അപ്പം പറഞ്ഞോ. അപ്പൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു. പന്നികളോടുകൂടെ വാളവര് തിന്നുകയാ അല്ലേ? അവനൊരു നല്ല ഉടുപ്പുണ്ടോ? മേൽത്തരമായ അങ്കി കൊണ്ടൊന്ന് ധരിപ്പിക്കാൻ പറയുന്നില്ലേ? അവന്റെ കാലിലൊരു ചെരുപ്പുണ്ടോ? വിശപ്പടക്കാൻ അവൻ കൊതിച്ച് ജീവിച്ചവനല്ലേ?
മുതലൊക്കെ വാങ്ങി കൊണ്ടുപോയവനല്ലേ, നശിപ്പിച്ചു കളഞ്ഞവനല്ലേ. അപ്പന് ആ തകർച്ചയുടെ വേളയിലും അവനോട് മനസ്സലിഞ്ഞു. നല്ല ശമരിയക്കാരന്റെ ഉപമ കർത്താവ് പറയുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 10:33 ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവന്റെ അരികെ ചെന്നു. എന്റെ കൂട്ടുകാരൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് കർത്താവ് ഒരു വിശദീകരണം പറയുകയാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാർ അവനെ പിടിച്ചു. കള്ളന്മാർ അവനോട് 4 കാര്യമാണ് ചെയ്തത്. വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി വിട്ടേച്ചുപോയി. അതുവഴിയായ ഒരു പുരോഹിതൻ വന്നു, കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും വന്നു, കണ്ടിട്ട് വഴിമാറിപ്പോയി. എന്നാൽ ശമര്യൻ വന്നപ്പോൾ അങ്ങനെ തന്നെ എന്നൊരു പദമില്ല. പുരോഹിതനും ലേവ്യനും വന്നതിനെ കുറിച്ച് യാദൃശ്ചികം എന്ന പദമുണ്ട്. എന്നാൽ ശമര്യൻ വന്നതിനെ കുറിച്ച് യാദൃശ്ചികം എന്ന പദമില്ല. ശമര്യൻ വന്നത് യദൃശ്ചിക അല്ല. തെളിവെന്താ? ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ അരികെ ചെന്ന് അവന്റെ മുറിവുകളെ വെച്ച് കെട്ടുകയാണ്. അതിനുള്ള എണ്ണയും വീഞ്ഞുമൊക്കെ കരുതിക്കൊണ്ടാ വന്നത്. യേശുവിന്റെ സ്നേഹം എത്ര വലുതാണ്! യേശു മനസ്സിലിരിക്കുകയാണ്. മത്തായി സുവിശേഷം 23:37 യെരൂശലേം പട്ടണത്തെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: യെരൂശലേമേ, യെരൂശലേമേ, നിന്റെ അടുക്കൽ അയച്ച പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്ന പോലെ എനിക്ക് നിന്നെ ചിറകടിയിൽ മറപ്പാൻ എത്ര വട്ടം മനസ്സായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ മനസ്സിലാണ്. ഫിലിപ്പിയ ലേഖനം 2:3-4 ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഇവിടെ പറയുകയാണ്, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. യേശുവിനെ തന്നെയാണ് അതിന് തെളിവായി പറയുന്നത്. എന്നാൽ നാം ആ വേദഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ ഗുണം നോക്കിയ 3 വ്യക്തികളെ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിന്റെ 20-21 തിമത്യോസിനെ കുറിച്ച് പറയുന്ന ഒരു ചിന്തയാണ്. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. അടുത്തത് യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത്. അടുത്തത് അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. തിമത്യോസ് മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കുകയാണ്. ഇനി എപ്പഫ്രാസിനെ കുറിച്ച് വായിച്ചാട്ടെ. 2-ാം അധ്യായത്തിന്റെ 25. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. 27-ാമത്തെ വാക്യം. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. വാക്യം 30. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയതാ. ഇനി 3-ാമത്തെ വ്യക്തി പൗലോസാണ്. പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3:7 വാക്യം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദനം തന്നെ ഇരിക്കുന്നു. എന്താണ് ലാഭമായിരുന്നതൊക്കെയും എന്ന് പറയുന്നത്? ഏതാണ്ട് 8 കൂട്ടം കാര്യങ്ങളാണ്. 4-5 വാക്യങ്ങൾ. എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. അടുത്തത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു. ശുഷ്കാന്തിയുള്ളവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അപ്പൊ താൻ പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്ന ഈ കാര്യങ്ങളൊക്കെയും ക്രിസ്തു നിമിത്തം
ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ക്രിസ്തുവേശുള്ള ഭാവം എന്താണെന്ന് പറയാൻ പൗലോസ് ഇവിടുന്ന് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാനൊന്ന് പറയുകയാണ്. എന്താ ക്രിസ്തുവേശുള്ള ഭാവം? അത് മനസ്സരിയുള്ള ഭാവമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യമാക്കപ്പെട്ടവനായി ഭൂമിയിലേക്ക് വന്നതാണ് യേശുക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിലിപ്പ് ലേഖനത്തിലെ ആ പ്രസക്തമായ ഭാഗത്തേക്ക് പോകാം. ഫിലിപ്പ് ലേഖനം 2:6 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ പലവിധമായ അവസ്ഥകൾ അവിടെ വായിക്കുകയാണ്. യേശു ആരായിരുന്നു, ആരായി തീർന്നു. അവൻ ദൈവരൂപത്തിലിരുന്നവനാണ്. പക്ഷേ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എത്രത്തോളം താഴാമോ അത്രത്തോളം താഴ്ചയിലേക്ക് യേശു ഇറങ്ങി വന്നു. നമുക്ക് ആ ചിന്തകളൊന്നും നോക്കാം. ഒന്ന്, അവൻ ദൈവരൂപത്തിലിരുന്നവനാണ്, ദൈവത്തോടുള്ള സമത്വം ഉണ്ടായിരുന്നവനാണ്. യഹൂദന്മാർ യേശുവിനെ കല്ലെറിയാൻ ശ്രമിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 5:18 യഹൂദന്മാർ അവനെ അധികം കൊല്ലാനായി ശ്രമിക്കുന്നുണ്ട്. കാരണം ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് അവർ അവനെ കൊല്ലാൻ ശ്രമിച്ചു. അല്ലേ? 10-ാം അധ്യായത്തിന്റെ 30-31 ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ പിന്നെയും എറിവാൻ കല്ലെടുത്തു. ആ ദൈവത്തോടുള്ള സമത്വത്തിൽ ഇരുന്നവൻ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദാസരൂപമെടുത്തു. ക്രിസ്തു കൊലോസ്യ ലേഖനം 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. കൊലോസ്യ ലേഖനം 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുമുള്ള ക്രിസ്തു, ദൈവപ്രതിമയായ ക്രിസ്തു, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമായ ക്രിസ്തു, പിതാവായ ദൈവത്തോട് സമത്വമുണ്ടായിരുന്ന ക്രിസ്തു, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവൻ ദാസരൂപമെടുത്തു. 2 കൊരിന്ത്യർ ലേഖനം 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരായി തീരേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന അവന്റെ കൃപ നമ്മെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായി. എങ്ങനത്തെ സമ്പന്നരാണ് അവൻ നമ്മെ ആക്കുന്നത്? കർത്താവ് നമ്മെ സമ്പന്നരാക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സമ്പന്നതയാണ്? വിശ്വാസത്തിൽ സമ്പന്നരാകേണ്ടത്. യാക്കോബ് 2:5 അവൻ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ലവോദിക്യ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ പറയുകയാണ്, നീ സമ്പന്നനാകേണ്ടതിന് നിന്റെ കണ്ണിലെഴുതുവാൻ ലേപവും പൊന്നുമൊക്കെ എന്നോട് വിലയ്ക്ക് വാങ്ങുക. പൊന്ന് വിശ്വാസമാണ്. വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കാൻ, ആത്മാവിൽ സമ്പന്നരാക്കി തീർക്കാൻ, ദൈവകൃപയിൽ സമ്പന്നരാക്കി തീർക്കാൻ നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. അടുത്ത പദം നമ്മൾ വായിക്കുന്നത് അവൻ ദാസരൂപം എടുത്തു എന്നാണ്. ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു രൂപം യേശുവിന് കൊടുത്തതല്ല, അവൻ എടുത്തതാ. യേശുവിനെ ഒരു ദാസനായിട്ട് നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. ചില തെളിവുകൾ ഞാൻ പറയാൻ പോവാ. യേശുവിനെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിന്. അക്കാലത്ത് ഒരടിമയുടെ വില 30 വെള്ളിക്കാശായിരുന്നു. പുറപ്പാട് പുസ്തകം 21:32 കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് 30 ശേക്കെൽ വെള്ളി കൊടുക്കണം. കാളയെ കൊന്നു കളയുകയും വേണം. ഒരുവന്റെ കാള മറ്റൊരുവന്റെ ദാസനെ കുത്തിക്കൊന്നാൽ ആ കാളയുടെ ഉടമസ്ഥൻ ആ കൊല്ലപ്പെട്ട ദാസന്റെ മുതലാളിക്ക് എത്ര പൈസ കൊടുക്കണം? 30 വെള്ളിക്കാശ്. യേശുവിനെ ഒറ്റിക്കൊടുത്ത എത്ര രൂപയ്ക്കാ? 30 വെള്ളിക്കാശ്. സക്കറിയ ഭവനത്തിൽ വായിക്കുന്നില്ലേ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ. അങ്ങനെ അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. ഒരു ദാസന്റെ വിലയ്ക്കാണ്
യേശുവിനെ ഒറ്റിക്കൊടുത്തത്. കർത്താവ് പറഞ്ഞു, യജമാനൻ വരുമ്പോൾ ദാസൻ അരകെട്ടി യജമാനന്റെ കാല് കഴുകുന്നു. യജമാനൻ വരും നേരം നിങ്ങളും അങ്ങനെ ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഭാഗ്യവന്മാർ. പെസഹ ദിവസം യേശു എന്താ ചെയ്തത്? തന്റെ റബിത്വത്തിന്റെ പുറംകുപ്പായി മുരിഞ്ഞു വെച്ചിട്ട് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. ദാസനെ പോലെ സേവ ചെയ്തവനായ യേശു. ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തു എങ്കിൽ നിങ്ങൾ എത്രയധികം. അവന്റെ ദാസത്വത്തിന് മറ്റൊരു തെളിവ്, മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലി എഴുതിയിട്ടില്ല. എന്തുകൊണ്ട്? 4 സുവിശേഷങ്ങളിൽ യേശുവിന്റെ 4 വിധ ഭാവങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ യേശുവിനെ രാജാവായി അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് രാജകീയമായ വംശാവലിയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ ദാസനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അക്കാലത്ത് അടിമകളുടെ വംശാവലി എഴുതത്തില്ല, വംശാവലി ഇല്ലാത്ത ദാസൻ. ലൂക്കോസ് സുവിശേഷത്തിൽ യേശുവിനെ മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യനെ ആദാം വരെ നീളുന്ന വംശാവലിയാണുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ദൈവഭാവമാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്തിന് പിതാവോ മാതാവോ ഇല്ല. അതുകൊണ്ട് യോഹന്നാനിലും വംശാവലിയില്ല. യേശുദാസൻ. സമാഗമന കൂടാരത്തിന്റെ 4 ഭാഗങ്ങളിലായി ഇസ്രായേൽ ഗോത്രങ്ങൾ 12 പാളയമടിച്ചു പാർത്തു. ഒരു ഭാഗത്ത് 3 ഗോത്രം, അങ്ങനെ 4 12. ഈ 3 ഗോത്രങ്ങൾ ചേർന്ന് അവരുടെ നടുവിൽ ഒരു കൊടിമരം നാട്ടാൻ ദൈവം പറഞ്ഞു. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിലാണ് ഈ കൊടിമരം നാട്ടുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. അവിടെ കൊടിയിൽ വരയ്ക്കുന്ന പടത്തിന്റെ പേരൊന്നും വായിക്കുന്നില്ല എങ്കിലും പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് ഓരോ ഭാഗത്തുമുള്ളവർ ഓരോരോ കൊടി നാട്ടുമായിരുന്നു. കിഴക്ക് ഭാഗത്തുള്ളവർ 3 ഗോത്രം ചേർന്നൊരു കൊടി, വടക്ക് ഭാഗത്തുള്ളവർ 3 ഗോത്രങ്ങൾ ചേർന്നൊരു കൊടി. നമ്മൾ ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, കൊടികളോടുകൂടിയ സൈന്യം. ദൈവസിംഹാസനത്തെ യെഹെസ്കേൽ പ്രവാചകൻ കാണുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 10:14 ദൈവസിംഹാസനത്തെ യെഹെസ്കേൽ കാണുകയാണ് അല്ലേ? 4 മുഖങ്ങളുള്ള 4 കെരൂബുകൾ, സിംഹമുഖം, കാളമുഖം, കഴുകുമുഖം, മനുഷ്യമുഖം. ഇനി വെളിപ്പാട് പുസ്തകത്തിലാണ് ഈ മുഖങ്ങളുടെ ക്രമം നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണും നിറഞ്ഞിരിക്കുന്നു. അടുത്തത് 1-ാം ജീവി. അവിടെയാണ് ക്രമം തുടങ്ങുന്നത്. 1-ാം ജീവിക്ക് സിംഹമുഖം. മത്തായി സുവിശേഷത്തിൽ യേശുവിനെ സിംഹമായിട്ടാണ് കാണിക്കുന്നത്. മൃഗങ്ങളുടെ രാജാവ്, യഹൂദ ഗോത്രത്തിന്റെ സിംഹം അല്ലേ? അതുകൊണ്ടാണ് രാജകീയമായ വംശാവലി. 2-ാം ജീവിക്ക് കാളയുടെ സദൃശ്യം. കാള യജമാനന് വേണ്ടി നുകം പേറിക്കൊണ്ട് പാടത്ത് പണിയെടുക്കുന്നവനാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ ദാസനായിട്ട് കാണിക്കുന്നു. 3-ാം ജീവിക്ക് മനുഷ്യമുഖം. 3-ാമത്തെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം, അതിൽ യേശുവിന്റെ മനുഷ്യത്വപരമായ കാര്യങ്ങളാണ് വായിക്കുന്നത്. അവന് വിശന്നിട്ട് അത്തിയെ നോക്കുന്നു, അമരത്ത് തലയിട വെച്ച് ഉറങ്ങുന്നു, അവൻ കരയുന്നു. 4-ാം ജീവിക്ക് കഴുകന്റെ മുഖം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ, ഏറ്റവും അത്യുന്നതനായ ക്രിസ്തു. യേശു ദാസരൂപം എടുത്തു. ഫിലിപ്പി ലേഖനത്തിലെ ആ വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് അയവിറക്കാൻ പോവുകയാണ്. 3, അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വാസ്തവത്തിൽ അവൻ മനുഷ്യനായിരുന്നില്ല, പക്ഷെ വേഷത്തിൽ അവൻ മനുഷ്യനായി വിളങ്ങി. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപജനത്തിന്റെ സാദൃശ്യത്തിൽ അവനെ വിളിക്കുന്നു. എന്തിന്? ഇബ്രായ ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവരായി. പാപജനത്തിന്റെ സാദൃശ്യത്തിൽ വേഷത്തിൽ
മനുഷ്യനായി വിളങ്ങി. യെശയ്യാപ്രവചനം 53:7. തന്നെത്താൻ താഴ്ത്തി ആരെങ്കിലും അവനെ താഴ്ത്തിയതല്ല, അവൻ സ്വയം താഴ്ച ഭവിച്ചതാണ്, ദാസരൂപം എടുത്തതാണ്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയതാണ്. അവൻ തന്നെത്താൻ താഴ്ത്തി, വായ തുറക്കാതെ ഇരുന്നു. ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഫലമേൽപ്പിക്കത്ര ചെയ്തത്. യേശുക്രിസ്തുവിന്റെ മനസ്സ് നാം ഇവിടെ എല്ലാം കാണുകയാണ്. അടുത്ത പദം മരണത്തോളം. ആ മരണത്തിന് ഒരു വിശേഷണം കൂടെ, ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ താഴാനില്ല. ഏറ്റവും അത്യുന്നതമായ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് മനുഷ്യന്റെ പാപജലത്തിന്റെ സാദൃശ്യത്തിൽ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ഇവിടേക്ക് വരിക മാത്രമല്ല, അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. സാധാരണ മരണത്തിനല്ല, ക്രൂശിലെ മരണത്തിന്. എന്താ ക്രൂശിലെ മരണം? ഗലാത്യ ലേഖനം 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. ആവർത്തന പുസ്തകം 21:22. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്നൊരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. കണ്ടോ, മരണയോഗ്യമായത് ചെയ്തിട്ട് അവനെ മരത്തിന്മേൽ തൂക്കിയാൽ. യേശുവിനെ മരത്തിൽ തൂക്കിയത് അവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടല്ല. ക്രൂശിൽ കിടക്കുമ്പോ വെളിപ്പാട് കിട്ടിയ ഒരു കള്ളൻ എന്താ പറഞ്ഞത്? നാമോ ചെയ്ത തെറ്റിന് ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. എന്തുകൊണ്ടാണ് ക്രൂശിലെ മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അനുസരണം എന്ന പദം പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ആദം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, അനുസരണക്കേട് നിമിത്തം. അതാണ് വേദപുസ്തകം വായിക്കുന്നത്. ഏകന്റെ അനുസരണക്കേട് നിമിത്തം അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഒരുവന്റെ അനുസരണം മൂലം അനേകർ നീതിമാന്മാരായി തീരും. യേശു അനുസരണമുള്ളവനായി. അവന്റെ ആ സമർപ്പണം എത്ര വലുതായിരുന്നു! പാപയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, എന്റെ കാതുകളെ നിനക്ക് തുളച്ചിരിക്കുന്നു. എന്താണ് ആ പദത്തിന്റെ അർത്ഥം? എന്റെ കാതുകളെ നിനക്ക് തുളച്ചിരിക്കുന്നു. പഴയ കാലത്ത് ഇസ്രായേലിയരുടെ ഇടയിൽ അടിമകളുണ്ടായിരുന്നു. ഒരുവൻ അടിമയായി വന്നാൽ ജീവിതകാലം മുഴുവൻ അവൻ അടിമയായി കഴിയേണ്ടതില്ല. 50കളുടെ ഗുണിതങ്ങൾ വരുന്ന യോവേൽ സംവത്സരത്തിൽ ഒരു പ്രത്യേക കാഹളം ഊതും. ആ കാഹളം ഊതിയതാണോ മീട്ടിയതാണോ എന്നറിയാൻ അതിന്റെ പ്രത്യേക ട്യൂണിലാണ് ഊതുന്നത്. യോവേൽ സംവത്സരത്തിന്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ ഇതെന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദമാണ്, അവസരമാണെന്ന് തിരിച്ചറിയുന്ന ഏതൊരു അടിമയ്ക്കും അവന്റെ മേലുള്ള യജമാനന്റെ നുകമെടുത്ത് ഒടിച്ച് ദൂരെ എറിഞ്ഞ് അവൻ ഓടിപ്പോയി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. എന്നാൽ ചന്തയിൽ നിന്ന് ഇവന്റെ യൗവനപ്രായത്തിൽ ഇവനെ വിലയ്ക്ക് വാങ്ങിച്ചോണ്ട് വന്നപ്പോ അവൻ ഏകനായിട്ടാണ് യജമാനന്റെ വീട്ടിൽ വന്നത്. കുറെ കഴിഞ്ഞപ്പോൾ യജമാനന് അവനൊരു ഭാര്യയെ കൊടുത്തു. അതിൽ മക്കൾ ജനിച്ചു. 50 വർഷം തികഞ്ഞപ്പോൾ അവനെ സ്വതന്ത്രനായി വിട്ടയച്ചു. എന്നാൽ അവൻ പറയുകയാണ്, ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, എൻ്റെ യജമാനെ സേവിക്കുന്നു. എന്നിട്ടും എന്നോട് പറയാം, എന്നാൽ കുഴപ്പമില്ല, നീ പോണേ പൊയ്ക്കോ. അവൻ തീർത്ത് പറയുക, ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അടിമയെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലേക്ക് ചെല്ലണം. ദേവാലയത്തിലെ കട്ടിളയോട് ചേർത്ത് വെച്ച് അവൻ്റെ കാത് തുളയ്ക്കും. കാത് തുളച്ചാൽ പിന്നീട് ഒരിക്കലും അവൻ അടുത്ത യോവേൽ സംവത്സരം വരുമ്പോൾ പോലും സ്വാതന്ത്ര്യത്തിന് അവസരമില്ല. ഞാൻ എൻ്റെ കാതുകളെ നിനക്ക് തുളച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആ സമർപ്പണം മനസ്സിലായോ? അവൻ നമ്മെ സ്നേഹിച്ചു. അവന് സ്വതന്ത്രമാകാമായിരുന്നില്ലേ? അവന് രക്ഷപ്പെടാമായിരുന്നില്ലേ?
ക്രൂശിൽ വെച്ച ആളുകൾ പറഞ്ഞില്ലേ, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിച്ച് ഞങ്ങളെ രക്ഷിക്കുക, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന്. യേശുവിന് ഇറങ്ങി വരാമായിരുന്നു, പക്ഷെ യേശു വന്നില്ല. എന്നെ സ്നേഹിച്ചു, എന്നെ രക്ഷിക്കാൻ, എന്റെ പാപത്തിന്റെ കടം വീട്ടാൻ യേശു എനിക്ക് വേണ്ടി മരിച്ചു. അവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി നിർത്തുന്നത് യുക്തമായിരുന്നു. ക്രൂശിലെ പങ്കപ്പാടുകൾ കഴിഞ്ഞപ്പോൾ, പാപത്തിന്റെ ആ പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ യേശുവിനെ പിതാവായ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ആ ഏറ്റവും അത്യുന്നതമായ അവസ്ഥയിൽ ഇരുന്നവൻ മനുഷ്യനെ സ്നേഹിച്ച് അവനു വേണ്ടി ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. പക്ഷേ ഒടുവിൽ എന്ത് സംഭവിച്ചു? അതിന്റെ അവസാന വാക്യം, ഫിലിപ്പിലെ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം. അതുകൊണ്ട് പിതാവായ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായൊരു നാമം അവന് കൊടുത്തു. അവന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും.